പേപ്പേഴ്സ് ഒക്കെ മിസ്റ്റർ ജെയിംസ് ചെക്ക് ചെയ്തല്ലോ? യെസ്. പിന്നെന്താ ഒരു കൺഫ്യൂഷൻ? ഒരു പോയിന്റിൽ ഇപ്പോഴും ഞങ്ങൾ ഇത്തിരി ഡൗട്ട്ഫുൾ ആണ്. അതാ വക്കീൽ പറയുന്നത്. ആ പാർട്ടിയുടെ ഒബ്ജക്ഷൻസ് ഉണ്ടാവില്ല എന്ന് ഉറപ്പുകൂടി നമ്മളൊരു സേഫ് സൈഡിന്. എന്റെ അമ്മാവന്റെ ഭാര്യയ്ക്ക് ഈ പ്രോപ്പർട്ടിയിലുള്ള അവകാശത്തിന് യാതൊരു വാലിഡിറ്റി ഇല്ല. ആ ബന്ധത്തിൽ കുട്ടികളില്ലാത്ത നിലയ്ക്ക് ഭാര്യയ്ക്ക് സ്വത്തിൽ എന്താ അവകാശം? ദാറ്റ് ഐ അഗ്രി. പക്ഷേ ഈ അമ്മാവൻ മരിച്ചു എന്നതിനും തെളിവില്ലല്ലോ. ഹീസ് മിസ്സിംഗ് അല്ലേ? ഒരു 15 വർഷമായിട്ട് യാതൊരു വിവരവുമില്ല. മരിച്ചിട്ടുണ്ടാവണം. ഒരു വിശ്വാസം, അല്ലാതെ തെളിവില്ല. സി മിസ്റ്റർ ബൽറാം, നാളെ ഈ സുഭദ്ര തമ്പുരാട്ടി കോർട്ടിൽ മൂവ് ചെയ്താൽ അത് പ്രോബ്ലം ഉണ്ടാക്കും. എന്തുവാ എന്തുവാ ഇതിനകത്തോട്ട് കോന്നോട്ട് പുറത്തോട്ട് നിന്നാട്ടെ. ചിലക്കാണ്ട് പോയിപ്പിള്ളേ. ആരാ കോലം വായിക്കാൻ വന്നത്? നിങ്ങളാ? നിങ്ങളെ മനസ്സിലായില്ല. എന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. കോലം വാങ്ങിക്കണമെങ്കിൽ അപ്പം തമ്പുരാന്റെ അനുവാദം വാങ്ങണം. നിങ്ങളെ കുളപ്പള്ളിക്ക് കൂട്ടിക്കൊണ്ടുവരാണ് ഞങ്ങൾ വന്നത്. എടോ, വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. താൻ പോ. കുഴപ്പത്തിലാകാൻ പോണതേ ഇയാളാ. അത് ഒഴിവാക്കണേ വന്ന് തമ്പുരാനെ കാണും. സൗകര്യപ്പെട്ടില്ല. നിങ്ങൾക്ക് പോവാം. സാറേ, ഏതായി സ്ഥലം എന്നറിയോ? ട്രൗസർ അഴിഞ്ഞു പോവേ. മഹാ ചീത്ത നാടായത്. വരട്ടല്ലേ പോയിന്ന് കുട്ടി. ആ മാഷ് പോയി വല്ല പണി നോക്ക്. വരട്ടല്ലടാ, അടിച്ച് മോന്തക്കുട്ടി തിരിച്ചളയും. എന്തേ കാണിക്കുന്നത്? സർക്കാർ ടിവി എന്തായി കാണിക്കാൻ? പറ്റത്തില്ല, ഞാൻ പോലീസിനെ വിളിക്കും. പറഞ്ഞ കേക്കില്ല അല്ലേടാ. കുളപ്പുള്ളിക്കത് അറിയില്ലടാ. എന്താണ് മനുഷ്യന്മാരെ, ഒരാണൊരുത്തൻ ഇങ്ങനെ ഇട്ട് തല്ലുക? നീ ആരാടാ? ഞാനോ? എന്റെ പേര് ബാപ്പുന്നാ, തങ്ങളങ്ങാടി സ്വദേശം. എന്തേ? നീ ഇവന്റെ കമ്പനി തന്നെയാ? എന്നാ നിനക്കും കിട്ടും. ഇല്ല മോനെ, അങ്ങനെ വൈക്കുന്നടി വാങ്ങി പൊരെ കൊണ്ടുപോണ പരിപാടി ബാപ്പുവിനില്ല. കണിമംഗലം കോലം വായിക്കാൻ വന്ന ടീമാണെങ്കിൽ ആ കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് മണ്ണിൽ കുത്തണവന്റെ എല്ലാം കാലിയാൻ വെട്ടേറി. അങ്ങനെ വെട്ടിയെറിയാൻ പറ്റിയ ഉണ്ണിപ്പിണ്ടി കാലേ നീ ഇതുവരെ കണ്ടു കാണൂ. ഞാനാ കണിമംഗലം കോലം വാങ്ങാൻ പോകുന്നത്. എന്റെ കാലിലെ 2 രോമം പിഴുതെടുക്കാൻ ധൈര്യമുള്ള ഒരുത്തൻ ഈ നാട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ വരാം. നീ അവിടുത്തെ ഊച്ചാളി ചട്ടമ്പി, നീ ജെയിംസിനെ തല്ലിയോടാ? അന്നായേ ഉള്ളൂ. അങ്ങനെ വേണം, അങ്ങനെ വേണം. നീ ആരാ? മിസ്റ്റർ കേരളയാ മസിൽ പിടിച്ചോണ്ടിരിക്കുന്ന? മസിൽ വിടറാ, മസിൽ വിടാ. എഴുത്തച്ഛൻ. ഞാൻ സോമ്പിള്ള, ഗസ്റ്റ് ഹൗസ് മാനേജർ. അകത്തോട്ടിരിക്കാം. വരൂ. ബാപ്പു വാ. വേണ്ട. മിസ്റ്റർ വർമ്മ, നിങ്ങൾ പ്രോപ്പർട്ടിയിൽ അവകാശമുള്ള മറ്റാളുകളുടെ കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് നന്നായില്ല. നിങ്ങളെപ്പോലെ ഒരാളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. ഇറ്റ്സ് നോട്ട് ഫെയർ. കൊളപ്പുള്ളി അപ്പം തമ്പുരാന്റെ ഒരു വക ദുർവാശിയാണത്. ആര് വന്നാലും അനീതിയുടെ അവകാശം പറഞ്ഞ് അങ്ങോട്ട് മുടക്കുക. തൊഴുത്തി കെട്ടിയ പട്ടിയെ പോലെ. തിന്നില്ല, തീറ്റിക്കയില്ല. സാറ് കോലം വാങ്ങാനുള്ള തീരുമാനം ഉപേക്ഷിച്ചോ? അത് അത്ര എളുപ്പം ഉപേക്ഷിക്കാവുന്ന ഒരു തീരുമാനമല്ലല്ലോ മിസ്റ്റർ പിള്ളേ. അത് ഈ കൊളപ്പുള്ളി അപ്പൻ തമ്പുരാനെ എനിക്കൊന്ന് കാണാൻ കഴിയോ? ഞാനൊന്ന് കണ്ട് സംസാരിക്കാം. മൂർഖന. പാമ്പിനോട് കളിക്കുമ്പോ മിനിമം മൂർഖനോട് തന്നെ കളിക്കണം. അപ്പോഴല്ലേ അതിനൊരു ത്രില്ലുള്ളൂ. എന്താ ബാപ്പു? അതെ, ഉഗ്രവശമുള്ള ജാതിയായിട്ടല്ലേ ഈ തമ്പുരാനും കണക്ഷൻ. ദോഷം വരില്ല. അപ്പൊ തമ്പുരാനാ ഏത് കൊല്ലത്തെ ആവോ? അതൊക്കെ നമുക്ക് വഴിയെ പറയെഴുത്തച്ചാ.
പാലക്കാട് ആളയച്ച് ആ വക്കീൽ മണിയേര് വെട്ടോ കോലവും രജിസ്റ്റർ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് കൊച്ചിയിലേക്ക് കൊടുക്കുന്ന കള്ളാസ് വാങ്ങണം. എന്താ അപ്പൻ? ചാടി അമർന്നൊഴിയടാ വങ്ക. ഞാൻ പറഞ്ഞത് അപ്പൻ കേട്ടില്ലാന്നുണ്ടോ? കേട്ട് ചെറിയച്ഛ, വക്കീലിന് ഏർപ്പാട് ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് അവനിവിടെ വരും. കോലവും വാങ്ങിക്കാൻ വന്നവൻ. ചാത്തന്മാരവനെ ഇവിടെ കൊണ്ടുവരും. ഇതിനപ്പുറത്തേക്ക് ഞാനില്ല. കണിമംഗലത്തുകാർ അങ്ങോട്ട് കയറാൻ പാടില്ല എന്നാ. അതൊക്കെ പണ്ട് എഴുത്തച്ഛന്മാരും ആരും തടയില്ല വരാൻ. ബാപ്പു നിങ്ങൾ പോയി വരി, ഞാൻ അകത്ത് കയറിയിട്ട് ഇനി ശുദ്ധം പോണ്ട. നേരോദരം കുതിച്ചു ചാടി വെട്ടി, മോതിരം വെട്ടി, കയറ് വെട്ടി, മാറി വെട്ടി, വെട്ടിയടച്ച് ഘടകം മറുഘടകം തല നീട്ട്, അങ്ങനെ ഇവനാണോ അത്? ആവും. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. ജഗന്നാഥൻ എന്നാണ് പേര്. തമ്പുരാനെ ഒന്ന് കാണാമെന്നാണ്. എനിക്ക് തമ്പുരാനോടായി മാത്രം ചിലത് പറയാനുണ്ട്. കേൾക്കാൻ മനസ്സുണ്ടാവണം. പഴയ വീടുകളും ബിൽഡിങ്ങുകളൊക്കെ വാങ്ങി പൊളിച്ച് വിൽക്കുന്ന ബിസിനസ്സാണ് എൻ്റെത്. നല്ല മരപ്പണികളുള്ള ഒരു കോലക ഇവിടെ ഉണ്ടെന്നൊരു ചങ്ങാതി വന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കുടുക്കി വന്ന് ചാടിയത്. കുറച്ച് പൈസ അഡ്വാൻസും കൊടുത്തുപോയി. ഇനി എന്നെ രക്ഷിക്കണമെങ്കിൽ തമ്പുരാൻ വിചാരിക്കണം. ഇത്രയും വലിയൊരു ബിസിനസ് ആദ്യ. ബ്രോക്കർമാരുടെ കണക്ക് ശരിയാണെങ്കിൽ അവിടെ മരപ്പണി ഒരുപാടുണ്ട്. തേക്കും വീട്ടിയാകിലും വേറെ മരം കൂട്ടി തൊട്ടിട്ടില്ല. എന്റെ കാശ് മുതലാവേണ്ടതാണ്. ബാംഗ്ലൂരിൽ നമ്മുടെ പഴയ വാതിലിനും ജാലകത്തിനൊക്കെ നല്ല മാർക്കറ്റാണ്. കല്ലും ഓടൊക്കെ ഞാൻ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ കൊടുക്കും. എന്നെ ഇപ്പൊ തമ്പുരാൻ സഹായിച്ചാലേ ആ മണ്ണൊരു മര്യാദ വിലയ്ക്കാൻ തമ്പുരാനെ തന്നേക്കാം. ആ മണ്ണിൽ എനിക്ക് താല്പര്യമില്ല. താനത് പൊളിച്ചെടുത്ത് വിൽക്കാൻ തന്നെയാണല്ലോ അല്ലേ? അതെ, അല്ലാതെ ഞാനിവിടെ കയറി താമസിക്കുക തമ്പുരാൻ. ഈ പട്ടിക്കാട്ടിൽ വന്ന് നമ്മൾ എന്തൊട്ട് ചെയ്യാനാ? കെട്ടിടം പൊളിക്കാനാണെങ്കിൽ പിന്നെ താൻ എന്തിനാ സ്ഥലം വിലയ്ക്ക് വാങ്ങിക്കണം? എന്റെ ഒരു ഏർപ്പാട് അങ്ങനെ. സ്ഥലം നമ്മുടെ കയ്യിലായാല് നമ്മുടെ ഇഷ്ടത്തിന് പണിയെടുക്കാമല്ലോ. പിന്നെ പഴയ കോവിലകല്ലേ തമ്പുരാൻ. ഇടിച്ചു പൊളിച്ചെടുക്കുമ്പോ എന്തെങ്കിലും ഒരു ബോണസ് കിട്ടിയാലോ? അങ്ങനെ കിട്ടിയ ചരിത്രങ്ങളുണ്ട്. ഞാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞാല് താൻ മുന്നോട്ട് പോയിക്കോ. രജിസ്ട്രേഷൻ തടസ്സപ്പെടില്ല. എത്രയും വേഗം പൊളിക്കാനുള്ള പണി തുടങ്ങണം. മനസ്സിലായോ? പിന്നെന്താ, രജിസ്ട്രേഷൻ കഴിഞ്ഞാ പിന്നെ എനിക്കും പണിക്കാർക്കും ദാന്ന് പറയുന്ന ടൈം മതി. എനിക്ക് ധൈര്യമായിട്ട് പോവാലോ. പോവാം. കൊളപ്പുള്ളി അപ്പൻ ചെറ്റ, ഭൂലോക ചെറ്റ. അതുകൊണ്ടാ കളി അവന്റെ മുന്നിൽ ഞാൻ മാറ്റി കളിച്ചത്. രജിസ്ട്രേഷൻ കഴിഞ്ഞില്ലേ? ഇനി ഇമ്പക്കെന്താ അപ്പനും അപ്പൂപ്പനും? ഇനിയാണ് കളി. ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. കോവിലകം ഞാൻ പൊളിക്കുന്നില്ല എന്നറിയുമ്പോൾ അപ്പൻ റിയാക്ട് ചെയ്യും. ബാപ്പു ഇനി എന്നാ ദുബായിക്ക്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്.
ഒരാവശ്യം വരുമ്പോ ഫോൺ എടുത്ത് തങ്ങളങ്ങാടിക്ക് ഒരൊറ്റ വിളി ബാപ്പോന്ന്. അടുത്ത സെക്കൻഡിൽ ബാപ്പു റെഡി. നന്ദകുമാർ സാർ ഇന്നലെയും വിളിച്ചിരുന്നു, കൂടെ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞിരിക്കുക. സർ, ഞാനെന്താ വേണ്ടത്? തിരിച്ച് യെസ് ജെയിംസിന് പോവാം. നന്ദനും ഞാനും ഇല്ലാത്തതല്ലേ, ബാംഗ്ലൂരിൽ താൻ വേണം. നന്ദനെ വിളിച്ച് പറയണം ഇവിടുത്തെ കാര്യങ്ങൾ. ശരി സർ. ഞാൻ താമസം നാളെ തൊട്ട് കോവിലകത്തേക്ക് മാറ്റും. അതെന്നതാ സാറേ, ഗസ്റ്റ് ഹൗസിലെ സൗകര്യങ്ങൾ പഠിക്കാത്തോണ്ടാണോ? അല്ല പിള്ളേ, അതൊരു മോഹം. കുറച്ച് ദിവസമേ ഞാൻ ഇവിടെ കാണൂ, അതവിടെ ചെലവഴിച്ച് തീർക്കാം. ആരാ? ആ, ഗോവിന്ദൻകുട്ടിയാ? എന്താടോ, തല്ലാൻ വന്നാണോ? ഞാനൊരു 2 എണ്ണം കീറിപ്പോയല്ലോടോ, അതുകൊണ്ട് പ്രശ്നം തനിക്കാ. എനിക്ക് വിഷം ഉള്ളിൽ ചെന്നാലേ പിന്നെ കണ്ണ് കാണില്ല, അടി പടപടപടാന്ന് നടക്കും. എന്താ വല്ലതും തോന്നണ്ടാ? തമ്പുരാൻ മാപ്പാക്കണം. കൊളപ്പള്ളിയുടെ ആളെന്നുള്ള അഹങ്കാരത്തിൽ ഗോവിന്ദൻകുട്ടി എന്തോ ബുദ്ധിമോശം കാട്ടി. ഇനി ഉണ്ടാവില്ല. ഗോവിന്ദൻകുട്ടി തമ്പുരാന്റെ കൂടെ ഉണ്ടിനി. തമ്പുരാൻ പോന്ന് പറയണവരെ എന്നെ കൈവിടരുതേ. എടോ, ഞാൻ തന്റെ അപ്പൻ തമ്പുരാനെ പോലെ ചട്ടമ്പി രാജാവൊന്നുമല്ല, അതുകൊണ്ട് എനിക്ക് അംഗരക്ഷകന്മാരും വേണ്ട. വേണ്ട തമ്പുരാൻ, ഒരു ബാല്യക്കാരനായിട്ട് കൂട്ടിയാൽ മതി. ഞങ്ങൾ കണിമംഗലത്തുകാർക്ക് ഇനി ഒരാളായല്ലോ. കൊളപ്പള്ളിക്കാരുടെ മുമ്പിൽ ഞങ്ങൾ തലപൊക്കി നടക്കും. ഞാൻ തല്ലുപടിച്ചിട്ടല്ലേ അക്കരച്ചാടി കൊളപ്പള്ളി സംഘത്തിൽ ചേർന്ന്. ഗോവിന്ദൻകുട്ടി പറഞ്ഞതിലും കാര്യമുണ്ട് സാറേ. ഇനി കണിമംഗലത്തുകാർക്ക് ഒരു തമ്പുരാനായല്ലോ, ഞങ്ങളുടെ സ്വന്തം തമ്പുരാൻ. ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാനൊരു വഴിപോക്കനാ. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവ്വോ? സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കോലത്തെ അടിച്ചുകളിക്കാരിയാ. ദേ, ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലേതുകൊണ്ടേ അതിനുള്ള മറുപടി ഉണ്ണിമായ പറയണില്ല. അടിച്ചുകളിക്കാരി കോലത്തെ തമ്പുരാട്ടിയാടോ മാഷേ? അതേതാ ടീച്ചറെ? ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത്. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. കണ്ടാലും പറയും ഒരു തമ്പുരാൻ. കോലം വാങ്ങിച്ചാളുടെ ബാല്യക്കാരനാ ആയിരിക്കും. മൂർത്തിയെക്കാളും വലിയ ശാന്തിയുള്ള കാല. മുന്നിന്ന് മാറുക തമ്പുരാൻ. ആ പിന്നെ കോലം വാങ്ങിച്ച മാഷിന്റെ മുതലാളി വന്നിട്ടുണ്ടെങ്കിലേ എനിക്കൊന്ന് കാണണമെന്ന് പറയൂ. ചിലത് പറയാനുണ്ട്. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക, എന്നിട്ട് പെണ്ണെന്ന് പേരും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ കുറുമ്പത്തി?
എന്താ? ശംഭോ മഹാദേവാന്ന്. ഉം. പിന്നെ ആള് തമ്പുരാനാണെന്ന് മാത്രമല്ല, ചില്ലറ പുള്ളിയല്ല, അയിരാവത് അയച്ചം. കുഴപ്പമായല്ലോ കുട്ടി. എന്താ? കോവിലകം വാങ്ങിച്ച തമ്പുരാൻ വന്നിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് മാറിയിട്ടില്ലെന്ന് അറിഞ്ഞപ്പോ ആളിന്റെ സ്വരവും പുറത്തു വന്നു. വലിയ ദേഷ്യത്തിലാ. എന്താ ഇപ്പൊ ഒരു വഴി? വഴിയൊക്കെ എനിക്കറിയാം. ഞാനൊന്ന് കാണട്ടെ അയാളെ. എന്നിട്ടെന്താ? അങ്ങനെ ഇറങ്ങിപ്പോവാൻ നിശ്ചയിച്ചിട്ടില്ലാന്ന് പറയും. അപ്പോഴേ കുട്ടി നിക്ക. മംഗലം ഉണ്ണിമായായി പോണേ. എന്താ ഏതാ വിളിച്ചു പറയാന്നറിയില്ല. ഹരം പ്ലസ് ഹരം ഈസ് കിന്നരം. വെരി വെരി പ്രോബ്ലം തമ്പുരാൻ. എന്താ? അതെ മാഷേ, എന്താ ഏട്ടത്തി? കോലോ മാറ്റ ആ ആളിനെ ഒന്ന് വിളിക്കൂ. എന്താ കാര്യം? അത് നേരിട്ട് പറഞ്ഞോളാം. രഹസ്യ? ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വല്ല സീക്രട്സാ? വെറുതെ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞ അത് ചെയ്താ മതി. ആര് വിളിച്ചു എന്ന് പറയണം? ഉണ്ണിമായ. ഉണ്ണി മാങ്ങയോ? ഉണ്ണിമായ. അലറണ്ട. അല്ല, അങ്ങനെ പറഞ്ഞാ മനസ്സിലാവോ? ആ, അങ്ങനെ തന്നെ പറയണം. അതെ, ഉണ്ണി മായ എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിട്ടുണ്ടേ. മംഗലം മുങ്ങിട്ടോ? മംഗലം മുങ്ങിന്ന്. ഞാനാണ് ഈ കോവിലകം വാങ്ങിച്ച ആ ആള്. എന്താ കുട്ടിക്ക് പറയാനുള്ളത്? കൃഷ്ണവർമ്മ തമ്പുരാൻ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അല്ല ബൈ, നിങ്ങൾ മോള് ഇവിടുന്ന് ഒഴിയില്ലാന്ന് തന്നെയാ? ഇത് അന്തസ്സുള്ള ഇടപാടാണെന്ന് തോന്നണ്ട തമ്പുരാന്? ഇല്ല, അറിയാഞ്ഞിട്ടല്ല, നിവൃത്തിയില്ലാത്തോണ്ട്. നിവൃത്തികേട് എനിക്കറിയേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോവിലകത്തിന്റെ ഉടമസ്ഥനുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഞാൻ തീർത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ കോവിലകവും ചുറ്റുമുള്ള സ്ഥലവും അതിൽ നിൽക്കുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾ, തമ്പുരാനെ ഇങ്ങോട്ട് നോക്കാം, എന്ന് വെച്ചാൽ ഫർണിച്ചറുകൾ, കിണ്ടി, കിണ്ണം, ചരുവം, ചെമ്പുകുടങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, തൂക്കുവിളക്കൽ, ഡീറ്റെയിൽ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. എല്ലാത്തിനും ചേർത്ത് അവർ ചോദിച്ച വിലയും കൊടുത്തു കഴിഞ്ഞു. പ്രശ്നം പോലീസ് സ്റ്റേഷനിലേക്കും അവിടുന്ന് കോടതിയിലേക്കും നീളും. എനിക്കതൊന്നും ഇഷ്ടമല്ല, അതിനുള്ള സമയമില്ല. നിങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടിക്ക് ഈ പ്രോപ്പർട്ടിയിൽ അവകാശം ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യൂ. പക്ഷേ അതല്ല, ഇവിടുന്ന് ഇറങ്ങിയ ശേഷം മതി. അങ്ങനെ ഇറങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ചതിച്ചല്ലേ എല്ലാരും കൂടി. നിങ്ങൾ അതിന് കൂട്ടു നിന്നു. എന്ത് വിഡ്ഢിത്തമാണ് ഈ കുട്ടി പറയുന്നത്? ഞാൻ ചതിച്ചെന്ന്, ഞാൻ ചതിച്ചു എന്ന്. അങ്ങനെ പറയരുത് മോളെ. കുട്ടിയോട് അവര് ചെയ്ത വഞ്ചനയ്ക്ക് ഈ പാവം തമ്പുരാൻ എന്ത് പഴിച്ചു? അത് തിരക്കേടില്ല, കട്ടോനെ കിട്ടിയില്ലേ കിട്ടിയോനെ പിടിക്കാ. ഇനിയിപ്പോ തമ്പുരാന് ദയ തോന്നിയാലേ എന്തെങ്കിലും രക്ഷയുള്ളൂ മോളെ. തമ്പുരാന് ദയ തോന്നാൻ ബുദ്ധിമുട്ടാണ് നമ്പീശൻ. എത്രയും വേഗം ഇവർ ഇവിടെ നിന്ന് ഇറങ്ങി തരിക എന്നല്ലാതെ മറ്റൊരു ഡയലോഗും ഇക്കാര്യത്തിൽ വേണ്ട. എന്റെ സ്വഭാവം ചില സമയം വളരെ ചീത്തയാണ്. ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട, ഇറങ്ങാൻ എനിക്ക് മനസ്സില്ല. എന്നാലോ എന്താ ചെയ്യ? മോളു ഈ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? ബോംബെ ഇപ്പൊ മുംബൈ എന്ന് പറയും. അവിടുത്തെ ചേരികൾ, സ്ലംസ്, ലോകപ്രസ്ഥ. മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും ഗുണ്ടകളും കൊള്ളക്കാരും ഒക്കെയുള്ള ധാരാവിയിലെ ഒരു ചേരി ഈ ഞാൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട്. ആ എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിയെയും കാർന്നവരെ ഇവിടുന്ന് ഇറക്കി വിടുക എന്ന് പറയുന്നത് പൂ പറിക്കുന്ന പോലുള്ള ഈസി ആയുള്ള ഒരു ജോലിയാണ്. അയ്യോ തമ്പുരാൻ, ഗത്യന്തരമില്ലാതെ വന്നപ്പോ ആ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതാണ്. തമ്പുരാൻ ക്ഷമിക്ക, പാവമാ. അത്ര പാവമൊന്നുമല്ല. കുട്ടി 10ാം ക്ലാസ്സിലാണെങ്കിൽ 4 MA പഠിക്കണേ. 1-2 ദിവസത്തെ സാവകാശം തമ്പുരാൻ കൊടുക്കണം. ആ സമയം കൊണ്ട് ഒരു മാർഗം ഉണ്ടാക്കാം. തമ്പുരാൻ വരിക. വാ മോളെ. നോക്കി പേടിപ്പിക്കുന്നു ഉണ്ടക്കണ്ണി. ചുമ്മാ
ഹൗ, എന്താ കൂവലും വിളിയും? സഭ കൂടി കള്ളുകൂടിയാൻ തോന്നണു. ചെവി പൊത്തിരുന്നോളൂ. കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് മിണ്ടാതൊരു ഭാഗത്തിരുന്നാ നല്ലത്. ഇയാള് തമ്പുരാനാന്ന് പറയണു. ഏത് കോലത്തെയാണാവോ? മട്ടും മാതിരിയും കണ്ടിട്ട് ചന്ത തമ്പുരാനാ. ഇത് ആഘോഷത്തിന്റെ രാത്രിയാണ്. തലയ്ക്ക് വെളിവും കാലിന് ബലവുമുള്ള ഒരാള് പോലും ഇന്നിവിടം വിട്ടു പോകരുത്. കുടിക്കുമ്പോ ബോധം മറയാൻ വരെ കുടിക്കുക, ഇല്ലെങ്കിൽ അതിന് മെനക്കെടരുത്. ദാറ്റ് ഈസ് ജഗൻസ് ലോ ഓഫ് ഡ്രിങ്കിങ്. ഇതെന്താ എന്താ ശാരടി? കിരീടം, ആറാം തമ്പുരാന്റെ കിരീടം. ആറാം തമ്പുരാൻ? അതെ, 5-ാം തമ്പുരാൻ ദത്തൻ തമ്പുരാന് ശേഷമുള്ള തലമുറയിൽ എല്ലാം മോഴകളായിരുന്നു. ആണും പെണ്ണും കെട്ട വഹ. ഇപ്പോഴാ ഈ കോലത്തൊരു തമ്പുരാൻ ഉണ്ടായത്. ഞങ്ങൾക്ക് ഇത് 6-ാം തമ്പുരാനാ. ദിസ് ഈസ് എ കിരീടധാരണം. ഐ ഡ്രിങ്ക് വെരി മച്ച് വിസ്കി ടുഡേ. ടുഡേ അല്ല, ടു നൈറ്റ്. ഓക്കെ മംഗലം. പക്ഷെ ഞങ്ങളെയൊക്കെ വിട്ട് സാറ് പൊയ്ക്കളയല്ലോ. അധികം നാൾ ഇവിടെ കാണുകയില്ലെന്നല്ലേ പറയുന്നത്? ഒരു നിയോഗമാ തമ്പുരാനെ ഇവിടെ എത്തിച്ചത്. അത്ര എളുപ്പമൊന്നും കൊണ്ടുവന്ന അനിയത്തിക്കാവില്ലമ്മ പറഞ്ഞയക്കില്ല പിള്ളേ. തമ്പുരാൻ, കൊളപ്പുള്ളിന്ന് ചിലര് വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. കൊളപ്പുള്ളിന്ന് ചിലര് വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. വിളിക്കൂ. ആരാണാവോ? അപ്പം തമ്പുരാനാ? ഏയ്, ആനയാവില്ല, ആന പിണ്ടങ്ങളാവും. ഇരിക്ക എഴുതച്ചാ, ഇരിക്ക. വന്നത് എന്റെ അതിഥികളാണ്. അവരെ എഴുന്നേറ്റ് സ്വീകരിക്കേണ്ടത് ഞാനാണ്. എന്താ കൊളപ്പുള്ളിക്കാരി വൈകിയ നേരത്ത്? ആ, ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ആ, എന്തായി കോലം പൊളിക്കണ കാര്യം? എന്ന് തുടങ്ങാനാ പരിപാടി? അതൊന്ന് ചോദിച്ചറിയാൻ അപ്പം തമ്പുരാൻ പറഞ്ഞു. തമ്പുരാനോട് പറയൂ ഞാനൊരു ആശയക്കുഴപ്പത്തിലാണ്. എന്ന് വെച്ചാ പൊളിക്കണില്ലാന്നോ? ഏയ് എന്നല്ല, പൊളിക്കണം. അതിപ്പോ എങ്ങനെ വേണമെന്നാണ്. ബോംബ് വെച്ച് തകർത്താലോ എന്നൊരു ആലോചന വരുന്നുണ്ട്. ഇപ്പോഴത്തെ ലേബർ ചാർജ് ഭയങ്കരല്ലേ. ബോംബാണെങ്കിൽ ഈസിയാണ്, മലപ്പുറത്ത് സാധനം കിട്ടും. വേറെ ഒരു ഐഡിയ, പുരയ്ക്ക് തീ കൊടുത്താലോ എന്ന്. അപ്പൊ കത്തുന്ന പുരയെന്ന് കഴുക്കോലൂരുക, പുര കത്തുമ്പോ വാഴ നടുക എന്നീ കലാപരിപാടികൾ പൊതുജനങ്ങൾക്കായി കാഴ്ചവെക്കാം. അല്ല, വേറെ സജഷൻസ് അല്ലാണ്ട് പറയാം. എന്താ കളി പറയാ? ആളെ പൊട്ടറാക്കുക അല്ല, കുറച്ച് പൊട്ടന്മാരെ ആളാക്കുക. എന്താ വിരോധമുണ്ടോ? അല്ല ഫ്രണ്ട്, ഈ കോലം പൊളിക്കാനിട്ട് നിങ്ങൾ അപ്പം തപ്പിരാൻ ഉറക്കം കിട്ടണല്ലേ? അല്ല, അത് വല്ലാത്തൊരു സൂക്കടാണല്ലോ. ഹലോ, കോലം തൽക്കാലം പൊളിക്കാൻ പോണില്ല. അത് താനല്ല തീരുമാനിക്ക. ചക്കാത്തിന് കുടിക്കാനും നക്കാനും കിട്ടണുണ്ട്, ആയിക്കോ. പക്ഷെ ആളാകാൻ നിക്കണ്ട. ഇറപ്പാളി, ചക്കാത്തിന് നിന്നെ നിന്റെ ഭാര്യ വിട്ടിൽ വന്നോട് ആരെങ്കിലും? കൊളപ്പുള്ളി അപ്പന്റെ എച്ചിൽ പട്ടി. കയ്യാങ്കളി വേണ്ട, പൊയ്ക്കോളൂ. ഞാൻ ഇവിടെ കുറച്ചു നാൾ താമസിക്കാനാ തീരുമാനം. അത് മടുക്കുമ്പോ നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. പൊളിക്കാം, കത്തിക്കാം, ഞാൻ അറിയിക്കാം. ഇപ്പൊ പൊയ്ക്കോളൂ. ഈ റാൻമൂളികളുടെ വാക്കിന്റെ പിൻബലത്തില് തീരുമാനിച്ചൊന്നും മാറ്റാൻ നിൽക്കണ്ട. ഈ മണ്ണിൽ കഴിയണമെങ്കിൽ അത് കൊളപ്പുള്ളി അപ്പന്റെ പിന്തുണ ഉണ്ടെങ്കിലേ കഴിയൂ, ആർക്കായാലും. ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. തകർക്കാൻ എന്തു എളുപ്പമാണ്, കെട്ടി ഉയർത്താനാണ് പാട്. ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത്, അതാർക്ക് നന്നാവില്ല. ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല. പൊളിച്ചടുക്കും പലതും. എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട്, മുറിവേറ്റ മൃഗം. അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലായി തീരും. ആജ്ഞകളുടെ വാറോലകളുമായി ഇനി ആരും പുഴ കടന്ന് കണിമംഗലത്തേക്ക് വരണമെന്നില്ല. മനസ്സിലായെങ്കിൽ പോവാം. എന്താ ഇതെല്ലാരും വീഴ്ചയിക്കണേ? ചുമ്മാ ഒരു നമ്പർ ഇറക്കിയതല്ലേ വെറുതെ ഒന്ന് വരട്ടാൻ. നല്ല തല്ലിനേക്കാൾ ഗുണം ചെയ്യും 4 വാക്ക്, അല്ലേ ഗോവിന്ദൻകുട്ടി?
ശംഭോ മഹാദേവ പിള്ളേ ഒഴുക്കി പിള്ളേ